ശ്രീ ബി രാജേന്ദ്രനുണ്ട്. ശ്രീ ബി രാജേന്ദ്രൻ, അങ്ങക്ക് അങ്ങ് 5000 രൂപ വാങ്ങി എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ടർ ദൃശ്യങ്ങൾ സഹിതം കാണിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതെന്തിനാണ് വാങ്ങിയത് താങ്കൾ? സാറേ, അവിടെ നമുക്ക് റോഡിന് വേണ്ടിയേ 2 ലോഡ് മണലാണ് നഗരസഭ അനുവദിച്ചിട്ടുള്ളത്, വർക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അവർക്ക് എല്ലാവരും കൂടെ മൊത്തമായിട്ട് അത് റോഡ് മണ്ണടിച്ച് പൊക്കി അവർ ചെലവിൽ പൊക്കിത്തരാന്ന് പറഞ്ഞ് അങ്ങനെ മണലടിച്ചതാണ്. അല്ല, ഞാൻ ആരും മാറ്റിയല്ല സാർ. അല്ലല്ല, അത് എസ്റ്റിമേറ്റിനകത്ത് ഈ 12 ലക്ഷം രൂപ വന്നിട്ടുണ്ടല്ലോ. ആ 12 ലക്ഷം രൂപ നിൽക്കുകയല്ലേ? അല്ല, മണലെന്ന് പറയുന്നത് 2 ലോഡേ ഉള്ളു. 2 ലോഡ് കൊണ്ടുവന്ന് അവിടെ പൊങ്ങൂല, റോഡ് പൊങ്ങൂല. അവര് നിർബന്ധ പ്രകാരമാണ് അങ്ങനെ മണ്ണ് അടിച്ചത്. അല്ല, അത് അങ്ങ് നേരിട്ട് പൈസ വാങ്ങാൻ പാടുണ്ടോ? ഞാൻ മാറ്റില്ല സാർ. അല്ല, അങ്ങ് വാങ്ങുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഞാൻ ഈ മണലടിക്കാനുള്ള പൈസ ആണ് സാർ. പക്ഷെ അത് അങ്ങ് പറയുന്നതുമില്ല. അങ്ങ് ആ പൈസ വാങ്ങുന്നുണ്ട്. അങ്ങ് എത്ര രൂപയാണ് അങ്ങ് ചോദിച്ചത്? ഞാൻ മണലിന്റെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു സാർ. മണലിന്റെ കൊടുത്ത് അത് കണക്ക് തന്നെ അവർക്ക് പൈപ്പ് ലൈൻ എടുത്തു കൊടുത്ത്. അല്ല, ആരുടെ ഭാഗത്ത്, ആരുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തു? എന്താ പൈസ ആരുടെ കയ്യിൽ നിന്ന് ആർക്കെടുത്തു കൊടുത്തു? അല്ല, ഈ മണലടിക്കുന്നത് അവരെ പുതിയ പൈപ്പ് ലൈൻ പിടിച്ച് അത് നഗരസഭയുടെ ഫണ്ടിൽ പറഞ്ഞതല്ല. അല്ല, ഞാൻ ഒരു പൈസ മാറ്റിട്ടില്ല. അങ്ങനെ ചെയ്യണമല്ല സാർ. എന്നെ പറ്റിയ വാർത്ത തിരക്കി നോക്കുന്നു. അല്ല, അങ്ങ് പൈസ വാങ്ങുന്നതായിട്ട് ദൃശ്യങ്ങളിലുണ്ടേ. മണലിന് കൊടുക്കാൻ വേണ്ടിയാണ് സാർ. അല്ല, ഇത് ആ എസ്റ്റിമേറ്റിനകത്ത് വരില്ലേ? അത് ഈ 12 ലക്ഷത്തിനകത്ത് എസ്റ്റിമേറ്റിനകത്ത് 2 ലോഡ് മണ്ണേ വരണുള്ളൂ. 2 ലോഡ് മണ്ണേ വരണുള്ളൂ. അല്ല, അതെന്താണ് അങ്ങനെ ആയത്? എസ്റ്റിമേറ്റ് ഇടുമ്പോൾ 2 ലോഡും കൂടി വേണമെങ്കിൽ ആ എസ്റ്റിമേറ്റിനകത്ത് വരൂലേ? ഇല്ല, വരൂല. അത് വരൂല. ഈ 2 ലോഡേ വരുള്ളൂ. ഒരു ലോഡ് മണ്ണിന് എത്ര രൂപയാണ്? അവര് നിർബന്ധ പ്രകാരമാണ് അടിച്ചത്. മണൽ ഇടപാട് ചെയ്തെല്ലാം അവര് തന്നെ സാർ. കോൺട്രാക്ടിന്റെ ഞാൻ പറഞ്ഞതേ ഉള്ളു. അല്ലെ, അത് കോൺട്രാക്ട് പൈസ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങ് എന്തിനാണ് നേരിട്ട് പൈസ വാങ്ങിയത്? സാർ, ഞാൻ വാങ്ങിയല്ല, ഈ മണലിന്റെ കേസിന് വേണ്ടി ചെയ്തതാണ്. അല്ല, അങ്ങക്ക് അത് വാങ്ങാൻ പാടുണ്ടോ? ഇല്ല, ഈ മണൽ അടിച്ചവർ വന്ന് ഇങ്ങനെ പൈസക്ക് വേണ്ടി അത്യാവശ്യം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് സാർ. അത് വലിയ ഇതിനേക്കാളും പൈസ കൂടുതലായി. അല്ല, ഞാൻ അങ്ങനെ വാങ്ങിക്കുന്ന ആളല്ല. എത്ര രൂപയായി ശ്രീ രാജേന്ദ്രൻ? ഏതിന്? മണലിന് എത്ര രൂപയായി? മണലിന് എല്ലാം കൂടെ 10-12 രൂപ ആവും തോന്നുന്നു. അതും അവര് തന്നെ ഇടപാട് ചെയ്ത, റെസിഡൻസുകാർ തന്നെ ഇടപാട് ചെയ്തത്, ഞാൻ ഇടപാട് ചെയ്തതല്ല. ഈ കോൺട്രാക്ടർ ആണോ ഇടപാട് ചെയ്തത്? അല്ല, ഈ റോഡിന്റെ പണിക്കകത്ത് ഈ 12,000 രൂപ ഈ 12 ലക്ഷത്തിനകത്ത് വരൂലേ? അല്ല, ഈ മണല് വരൂല. മണല് 2 ലോഡ് മണലേ അതിൽ പറഞ്ഞിട്ടുള്ളു. അപ്പൊ അതിന് 12,000 രൂപയും കൂടി വേണം. അല്ല, 12 രൂപ കൂടെ വേണ്ട. മണലിന്റെ പൈസ മാത്രം അവര് കൊടുക്കാന്നുള്ള എഗ്രിമെന്റിലാണ് മാറ്റി കൊടുത്തത്. എത്ര രൂപയാണ് മണലിന് വരിക? മണലിന് അവര് ഒരു ലോഡൊന്നിന് കോൺട്രാക്ടിന് എന്റെ ഡീറ്റെയിൽസ് 6 രൂപ വെച്ച് എന്തിനാണ് ചോദിച്ചത് ഒരു ലോഡ് മണ്ണ് ഇറക്കുന്നത്. അപ്പൊ 6 12,000 രൂപ മതി അല്ലേ? മതി. പക്ഷെ ഈ 30,000 രൂപ താങ്കൾ നാട്ടുകാരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. ഇല്ല സാർ, അതല്ല വെറുതെ പറയുന്നത്. ഞാൻ ഒരു പൈസയും വാങ്ങിച്ചിട്ടില്ല സാർ. താങ്കൾ ഈ അങ്ങനെയുള്ള മുഖംമൂടി ധരിച്ചു വന്ന ഒരാൾ പൈസ തന്നത് ഓർമ്മിക്കുന്നു? മുഖംമൂടി അല്ല, മാസ്ക് ധരിച്ചു വന്ന ഒരാൾ പൈസ തന്നത് ഓർമ്മിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും വന്നില്ല സാർ. അങ്ങനെ വന്നില്ല. ഈ ദൃശ്യങ്ങൾ അങ്ങേക്ക് കാണാൻ പറ്റുമോ? ഇത് ഈ നീല ഉടുപ്പിട്ട് നിൽക്കുന്നത് താങ്കളല്ലേ? അത് ഞാൻ തന്നെ. അപ്പൊ പിന്നെ വാങ്ങിയില്ല എന്ന് പറഞ്ഞതോ? അത് ശരി തന്നെ സാർ. ആ മണലിന്റെ പൈസയാണ് സാർ. മണലിന്റെ ഡ്രൈവർ വന്നിങ്ങനെ അത്യാവശ്യമാണ് പറഞ്ഞ് ഇന്നലെ കൊണ്ട് അതിന്റെ കുറച്ച് പൈസയാണ് വാങ്ങിച്ചു കൊടുത്തത്. അല്ല, അത് ആരാണ് പൈസ തരുന്നതെന്ന് നോക്കാതെയാണോ വാങ്ങിയത്? ഇല്ല, നമുക്ക് പരിചയമുള്ള ആള് തന്നെയായിരുന്നു. അത് പരിചയമുള്ള ആളായിരുന്നു? ആയിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി TV പ്രസാദ് ആയിരുന്നു. കണ്ടല്ലേ? അതെനിക്ക് അറിഞ്ഞൂടാ സാർ, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പൈസ വാങ്ങാൻ പാടുണ്ടോ ശ്രീ ബി രാജേന്ദ്രൻ? ശരി സാറേ, തെറ്റുപറ്റിപ്പോയി. ഒന്ന് നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാൻ അങ്ങനെ ഇതിപ്പോ ലൈവായിട്ട് നാട്ടുകാർ കേട്ടോണ്ടിരിക്കുക. ഞങ്ങൾ എങ്ങനെ സഹായിക്കാനാ? ഇത് ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലേ? അത് തന്നെ, ഈ മണലിന്റെ കേസാണ് സാർ, അല്ല വേറൊന്നുമല്ല. പക്ഷെ അത് ഈ 12 ലക്ഷത്തിനകത്ത് ഈ മണലും ഒക്കെ വരേണ്ടതല്ലേ? റോഡ് നിർമ്മാണമല്ലേ? മണല് 2 ലോഡ് മണ്ണേ വരുള്ളൂ. 2 ലോഡ് മണ്ണേ വരുള്ളൂ. മൊത്തം എത്ര രൂപയുണ്ട് റോഡിന് അനുവദിച്ചത് കോർപ്പറേഷൻ? 12 ചില്ലറ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ഇത് വരേണ്ടതല്ലേ? ഇപ്പൊ ഈ 12,000 രൂപയൊക്കെ അതിനകത്ത് വരേണ്ടതല്ലേ? അത് സാർ, ഈ ഓവർസിലും വന്ന് എസ്റ്റിമേറ്റ് എടുക്കുന്ന എമൗണ്ടേ വരുള്ളൂ. അപ്പൊ അതിനകത്ത് ഈ 2 ലോഡ് മണലും കൂടി വേണമെന്ന് എസ്റ്റിമേറ്റ് എടുക്കണ്ടായിരുന്നോ?
അല്ല അല്ല ആദ്യമേ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് കോർപ്പറേഷന് ഫണ്ട് പാസ്സായി വന്നതാണ്. പിന്നീട് നമുക്ക് അതിൽ ഒന്നും ചെയ്യാക്കില്ല. പിന്നെ നാട്ടുകാരെ നിർബന്ധമായിരുന്നു റോഡ് പൂർണ്ണം അതിന്റെ ചെലവ് അവർ ചെയ്യാന്നുള്ളതിന്റെ നാട്ടുകാരെ നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് അതിൽ അങ്ങ് കുറച്ച് ആൾക്കാരുടെ ഇത് പൈസ വാങ്ങിയെന്ന് പറയുന്നു. ഇല്ലില്ല, അതൊക്കെ വെറുതെ പറയണം സാർ. പക്ഷെ ഇത് സാറ് മുട്ടത്തറ വാർഡ് എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു ടെൻഡർ എടുത്തു കഴിഞ്ഞാല് പിന്നീട് നാട്ടുകാരുടെ ഇത് പൈസ പിരിക്കാറുണ്ടോ? ഇല്ല, പിരിക്കാറില്ല. പിന്നെ ഈ പൈസ എന്തിനാ വാങ്ങിച്ചത്? ഒരിടത്ത് പൈസ ഈ മണലിന്റെ കേസിനാണ് സാർ പൈസ കൊടുത്തത്. അതങ്ങനെ വാങ്ങാൻ പാടില്ലല്ലോ ശ്രീ ബി രാജേന്ദ്രൻ. എന്താ അങ്ങനെ വാങ്ങാൻ പാടില്ലല്ലോ ശ്രീ ബി രാജേന്ദ്രൻ. ടെൻഡർ എടുത്ത് പണി നടത്തി അതിന് പൂർത്തിയായി കഴിഞ്ഞാൽ ബാക്കി അതിനകത്ത് 2 ലോഡ് മണലും കൂടി വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ പറയുക. അതല്ല ആ പണി ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നിടയിലാണെങ്കിൽ ഇപ്പോൾ കോൺട്രാക്ടർക്ക് നാട്ടുകാർ കൊണ്ട് പൈസ കൊടുത്ത് 2 ലോഡ് മണലും കൂടി ഇടുന്നത് മനസ്സിലാക്കാം. പക്ഷെ അങ്ങ് പൈസ വാങ്ങിയപ്പോൾ കാര്യത്തിന്റെ ഗൗരവം മാറി. അല്ല അത് ശരിയല്ല സാർ, എനിക്ക് തെറ്റുപറ്റിപ്പോയാണ്. ഞാൻ ഈ ഡ്രൈവർ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് നിന്നെ കൊണ്ട് വാങ്ങിയതാണ്, അല്ല ഞാൻ അങ്ങനെ വാങ്ങണ അല്ല സാറേ. എൻ്റെ വാർഡിൽ ഞാൻ ഇനി ചെയ്യാത്ത പണിയൊന്നുമില്ല, എല്ലാം ഒന്ന് സത്യസന്ധമായിട്ടൊന്ന് അന്വേഷിക്കണം. പക്ഷെ ഇത് എന്തായാലും ആ ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ താങ്കളത് എനിക്ക് തോന്നുന്നു എന്നെ ഒന്ന് സഹായിച്ചേ ഒക്കുള്ളൂ. അല്ല ഞാൻ സഹായിക്കാൻ, താങ്കൾ ഈ ദൃശ്യങ്ങൾ പുറത്ത് വന്നല്ലോ, നമുക്ക് സഹായിക്കാൻ പറ്റാന്നൊക്കെ പറഞ്ഞാൽ അത് എന്തായാലും എന്താ പറയാ, അത് ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും അത് അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ സതുദ്ദേശത്തിന് ഇനിയാണ് ഇത് ചെയ്തതെങ്കിൽ പോലും പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങനെ ഒരു രീതി ഇല്ലല്ലോ ബി രാജേന്ദ്രൻ. ഒരു ടെൻഡർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രീതിയില്ല സാറ്, ഈ മണലിന് വേണ്ടി വാങ്ങിക്കാണ് സാർ. ശരി, അല്ല വേറെ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യണമല്ല സാറ്. അത് ആരാ തരുന്നത് പോലും നോക്കണ്ടായിരുന്നോ? ഇതിങ്ങനെ ആൾക്കാര് നമ്മളെ നാട്ടുകാരെ പരാതി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അന്വേഷിക്കും. അപ്പൊ അങ്ങനെ പൈസ വാങ്ങുന്ന ആളാണെങ്കിൽ അങ്ങനെ ആളാണോ എന്നുള്ളത് അന്വേഷിക്കും. അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ അങ്ങനെ സാർ അത് സത്യസന്ധമായിട്ടൊന്നും സാർ അന്വേഷിച്ച് നോക്കിയത്. ഈ പണികൾ മുഴുക്കെ എന്റെ വാർഡിൽ പൂർത്തിയാക്കിയതാണ്. എവിടെന്നെങ്കിലും 5 പൈസ മാറ്റിയിട്ടുണ്ടോ സാറൊന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളിലോട്ട് പോയത്. അല്ല പക്ഷെ അത് നമ്മളുടെ ദൃശ്യങ്ങളിൽ തന്നെ പതിഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അങ്ങ് പൈസ വാങ്ങിയത്. അപ്പൊ അതാണ് പ്രശ്നം. അല്ല ആയിരിക്കാം സാർ, ഞാൻ ഒരു സത്യസന്ധമായ കൊണ്ട് ഒന്നുമല്ല. അത് ആരാണ് തരുന്നതെന്ന് പോലും ഒന്ന് അങ്ങനെ അന്വേഷിക്കാതെ പൈസ അങ്ങ് വാങ്ങിച്ചു. അതാണ് പ്രശ്നം. അവർക്ക് അവിടെ ഭൂമിയുണ്ടോ, അയാൾ ഉടമയാണോ, ഒക്കെ ഒന്ന് അന്വേഷിക്കേണ്ടായിരുന്നു. സാറ് നമ്മളെ മനസ്സിൽ വേറെ ഒന്നും ഇല്ലല്ലേ, അതിനെ കൊണ്ടാണ് അന്വേഷിക്കാറ്. ഓക്കെ, അപ്പൊ താങ്ക് യു ശ്രീ ബി രാജേന്ദ്രൻ. ടി വി പ്രസാദ്, ഇതാണ് ബി രാജേന്ദ്രൻ നൽകിയ വിശദീകരണം. ടി വി പ്രസാദ് കേട്ട് കാണുമല്ലോ അല്ലേ? ഇത് 2 ലോഡ് മണലടിക്കാൻ വേണ്ടി ഒരു 12,000 രൂപ ആവശ്യമുണ്ടായിരുന്നു. കേട്ടു. ആ 12,000 രൂപയിൽ 5,000 രൂപ താങ്കളുടെ വാങ്ങിച്ചു. 7,000 രൂപ കൂടെ വാങ്ങിച്ചാൽ പ്രശ്നം കഴിയും. ഇത്രയും പുള്ളി ഉദ്ദേശിച്ചുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. അരുൺ, ഞാൻ പ്രസാദല്ല, പേരൂർക്കടയിൽ നിന്ന് സുരേഷാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. സുരേഷാണ്. പിന്നെ അതിലൊരു പ്രശ്നമുണ്ട് അരുൺ. അതായത് സാധാരണഗതിയിൽ ഈ ഒരുപാട് ചട്ടങ്ങളും നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള നാടാണ് നമ്മുടേത്. അതായത് ഇങ്ങനൊരു വർക്ക് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നാട്ടുകാരിൽ നിന്ന് 1 രൂപ പോലും പിരിക്കാൻ വേണ്ടി നിയമമില്ല. ആദ്യം എടുത്ത എസ്റ്റിമേറ്റ് തുകയിൽ വർക്ക് തീർന്നില്ലെങ്കിൽ ആ വർക്ക് റിവൈസ് ചെയ്ത് കൊടുത്ത് തുക വർദ്ധിപ്പിക്കാൻ കഴിയും. അതാണ് ചട്ടം. അഡീഷണൽ ലോഡ് മണ്ണ് വേണ്ടി വന്നാൽ അതിനുള്ള തുക റിവേഴ്സ് എസ്റ്റിമേറ്റ് പ്രകാരം കണ്ടെത്തുകയും ചെയ്യാം. ഇപ്പോൾ പ്രമുഖമായ ഒരുപാട് കമ്പനികൾ വലിയ വർക്ക് എടുക്കുന്നുണ്ട്. ആ വർക്കിന് അവർക്ക് 3, 4, 5 കോടി രൂപ അധികമായി എന്ന് കണക്കുകൾ സഹിതം എഴുതി കൊടുത്താൽ ആ പണം ഉൾപ്പെടെ തിരിച്ച് ആ കരാറുകാർക്ക് കിട്ടും. അതിനെയാണ് ടെൻഡർ റിവൈസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ നേരത്തെ കേൾക്കാറില്ലേ അരുൺ, 10 വർഷം മുമ്പ് പിന്നെ ഉള്ള പദ്ധതിക്ക് 10 കോടിയാണ്, അത് ഒരുപാട് വർഷം വേണ്ടി വന്നപ്പോൾ 5 കോടി കൂടി ചെലവായി എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അത് ഈ ടെൻഡർ റിവൈസ് ചെയ്യുന്നതാണ്. അതല്ലാണ്ട് ബി രാജേന്ദ്രൻ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ. അരുൺ, ഇതിലൊരു പ്രശ്നമുള്ളത്, ഇതിൽ സാധാരണ കമ്മീഷൻ ആണെങ്കിൽ നമ്മൾ ഇടപെടില്ലായിരുന്നു. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം, തെളിവുകളുള്ളതറിയാം. ഏറ്റവും പ്രധാനമായി ഈ പ്രദേശവാസികളെ വളരെ മോശമായി ഈ പണം കിട്ടാത്തതിൻ്റെ പേരിൽ സംസാരിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഈ ബി രാജേന്ദ്രനെ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത്. നമ്മൾ പാർട്ടി നേതൃത്വത്തോട് സംസാരിച്ചു. പാർട്ടി നേതൃത്വത്തോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ കയ്യിലല്ല ബി രാജേന്ദ്രൻ എന്നുള്ളതാണ്. ബി രാജേന്ദ്രന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർന്നില്ല അരുൺ. ബി രാജേന്ദ്രന്റെ ഒരുപാട് കഥകൾ നമ്മുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. ഒരുപാട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, തെളിവുകളുണ്ട്. ഒരു കാര്യം ഉറപ്പാണ് അരുൺ, കമ്മീഷന്റെ പേരിൽ, കൈക്കൂലിയുടെ പേരിൽ പ്രദേശവാസികളെ ഭീഷണിപ്പെടുത്തി വാങ്ങാം എന്ന ചിന്ത ഏതെങ്കിലും ജനപ്രതിനിധികൾക്കുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. അവരെ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചതും. അരുൺ, CPM-ന്റെ പ്രാദേശിക നേതാവാണ്, CPM-ന്റെ കൗൺസിലറാണ്. 5,000 രൂപ ഞങ്ങളുടെ പ്രതിനിധിയിൽ നിന്ന് വാങ്ങുകയായിരുന്നു.
തരുന്നത് ആരാണെന്ന് പോലും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ചില പ്രേക്ഷകരുടെ മെസ്സേജുകൾ വരുന്ന അഴിമതി നടത്തിയവർ ആരായാലും പുറത്തു കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. ഏതു പാർട്ടിയുടെ ആളാണെന്ന് സന്ധ്യ ചോദിക്കുന്നത്. CPM-ന്റെ പ്രാദേശിക നേതാവാണ് സന്ധ്യ. അനിൽകുമാർ രാജേന്ദ്രൻ പെട്ടു കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നത് നമ്മളൊരാളെ പെടുത്താൻ വേണ്ടിയല്ല, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കൗൺസിലർ ആണെങ്കിൽ പോലും. TV പ്രസാദ് അദ്ദേഹം അത് പകച്ചുപോയി. ഇത് താങ്കളാണ് കൊടുത്തത് എന്നറിഞ്ഞപ്പോൾ തന്നെ ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇത് ആരാണ് തരുന്നത് എന്ന്. അങ്ങനെ ഒരു പേരൂക്കട സുരേഷ് അവിടെ ഉണ്ടോ? ഇത് അന്വേഷിക്കാതെ പൈസ കിട്ടുന്നു എന്നറിഞ്ഞ സമയത്തേക്ക് വന്നങ്ങ് വാങ്ങുകയായിരുന്നോ ചെയ്തത്? അവരുടെ അത് നല്ല കോമഡിയാണ് യഥാർത്ഥത്തിൽ. അതായത് ഈ പ്രദേശവാസികളാണല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ സമീപിച്ച സമയത്ത് ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്നു. ആ പണം ചോദിക്കുക, രാഷ്ട്രീയ നേതാക്കൾ ചോദിക്കുന്നുണ്ടാവും, ജനപ്രതിനിധികൾ ചോദിക്കുന്നുണ്ടാവും, കൊടുക്കാതിരിക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തുക, നിങ്ങൾക്ക് ആണത്വമുണ്ടോ അന്തസ്സുണ്ടോ എന്നൊക്കെ ചോദിക്കുക, ആണത്വമുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യണം എന്നൊക്കെ പറയുക. ഞാൻ ബന്ധപ്പെട്ട അരുണിത ഇതുപോലെ ഈ ലൈനിലേക്ക് കയറി വന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഇതുപോലെയുള്ള കുറേ പ്ലോട്ടുകൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു 10-20-ലധികം പ്ലോട്ടുകൾ, ഏതാണ്ട് 260 മീറ്ററാണ് ഇപ്പോൾ ഇന്റർലോക്ക് ചെയ്യുന്ന ഈ റോഡുള്ളത്. ഇതിൻ്റെ ഭാഗങ്ങളിലുള്ള ഏതാണ്ട് 16-ലധികം പ്ലോട്ടുകൾ ഇപ്പോൾ ഇതുപോലെ വീട് കെട്ടാൻ വേണ്ടി കുറ്റിയടിച്ചിരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരാളുടെ പേര് ഞാൻ വ്യാജമായി പറഞ്ഞതാണ്. അങ്ങനെ ഇവിടെ ഒരു പേരൂർക്കടയിലെ സുരേഷ് ഇല്ല. പക്ഷേ ഇതിലെ കോമഡി അതല്ല. ഇങ്ങനെ ഒന്ന് പറയുമ്പോഴേക്ക് എടുത്ത് ചാടി രാജേന്ദ്രൻ വീണുകൊണ്ട് പൈസ വേണമെന്ന് പറയുകയാണ്. മാത്രമല്ല അരുണെ, നമ്മൾ നേരത്തെ വാർത്തയിൽ പറഞ്ഞതുപോലെ 1 ലക്ഷം ആവശ്യപ്പെട്ടെടുക്കുന്ന 25,000 രൂപ സബ്സിഡി തരാനുള്ളൊരു മനസ്സുണ്ടല്ലോ അരുണെ. ആ മനസ്സ് നമ്മൾ കാണാതെ പോയിക്കൂടെ. 25,000 രൂപ നമുക്ക് സബ്സിഡി തന്നിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ഞാൻ പൈസ എണ്ണി കൊടുത്തത്. ഇവിടെ നിന്നാണ് നമ്മുടെ വിനയനും നമ്മുടെ ശരണും കൂടി ഇത് ഷൂട്ട് ചെയ്തത്. ഇതിന് തൊട്ടടുത്ത് നിന്നിട്ട് പുള്ളി ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ പുള്ളി പറന്നു വരുന്നു ഇതുവഴി സ്കൂട്ടറിൽ, ഇവിടെ വന്ന് നിൽക്കുന്നു. ഞാനിവിടെ നിന്ന് മാസ്ക് ഇട്ട് പൈസ എണ്ണി കൊടുക്കുന്നു, വാങ്ങിക്കുന്നു, പോക്കറ്റിലിടുന്നു, സന്തോഷമെന്ന് പറഞ്ഞ് കയ്യും കൊടുത്ത് പെട്ടെന്ന് ബാക്കി 45,000 രൂപ കൂടി തരുമല്ലോ അല്ലേ സുരേഷ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അരുൺ നേരത്തെ പറഞ്ഞത് ഒരു പോയിന്റാണ്. പെടുത്താനോ ഒന്നുമല്ല. ഒരു നിമിഷം സുരേഷ്. TV പ്രസാദ്